ഹലോ ഗായ്സ്, വെൽക്കം ടു സ്പൈ ഗെയിമിംഗ്. അപ്പോൾ നമ്മളിന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ ഒരു ചലഞ്ച് കണ്ടൻറ്റാണ്. അപ്പോൾ കുറേ ഞാൻ കണ്ടൻറ്റ് തപ്പി നോക്കി, യൂട്യൂബിൽ നോക്കി, അങ്ങനെ വേറെ ചലഞ്ച് റയർ ചലഞ്ച് എന്നൊക്കെ അടിച്ചൊക്കെ നോക്കി. ആരും ചെയ്തതായിട്ട് ചലഞ്ച് ഒന്നും കാണാനില്ല. അപ്പം ഞാൻ എന്താ ചെയ്തത്, ഞാൻ ജെമിനിയോട് തന്നെ ചോദിച്ചു നോക്കി ഒരു ചലഞ്ച് തരുമെന്ന്. അപ്പം ജെമിനി എന്നോട് ഒരു ത്രില്ലിങ് ചലഞ്ച് പറഞ്ഞു. ചിലർക്ക് അത് അധികം ഇതൊന്നും ഉണ്ടാവില്ല. എന്നോട് ചലഞ്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് ത്രില്ലൊക്കെ തോന്നി ആ ചലഞ്ച് കേട്ടപ്പോൾ തന്നെ. ഞാൻ നേരത്തെ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിൽ എല്ലാ എനിമിയും ചത്തിട്ട് ലാസ്റ്റത്തെ എനിമീനെ നമ്മൾ കൊല്ലുക എന്നായിരുന്നു ആ ചലഞ്ച് ബേസ്. അപ്പോൾ അതിനേക്കാളും പാടാണ്. ഒരു എനിമീനും കൊല്ലാൻ പാടില്ല, പക്ഷെ കളി ബൂയി അടിക്കണം. അതാണ് നമ്മളെ ഈ ചലഞ്ചിൻ്റെ ടാർഗറ്റ്. കുറച്ച് ത്രില്ലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് അവസാനം നിങ്ങൾക്ക് ത്രില്ലായിട്ട് തോന്നുന്നുണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. പിന്നെ ഗൈസ്, ഈ കളിന് ഒരു റൂളും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചാവുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്, ഈ വീഡിയോ അപ്പം തന്നെ നിർത്തും. ഒന്നും ചെയ്യില്ല. ഞാൻ ചത്ത അപ്പം തന്നെ വീഡിയോ ഉണ്ട് നിർത്തും. പിന്നെ ഒന്നും ഇവിടെ നടക്കൂല. അതാണ് നമ്മുടെ സംഭവം. അപ്പോൾ നല്ല ടഫുള്ള ഞാൻ ഇവർ പറഞ്ഞത് ഒരു എനിമീനും കൊല്ലാതെ പോയി അടിക്കുക എന്നാണ്. ഞാൻ ടഫാക്കി അങ്ങ് മേലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങണത് നമ്മുടെ സ്വന്തം സെൻറ്റോസയിലാണ്. അപ്പോൾ നേരെ നമുക്കിങ്ങനെ വീഡിയോക്ക് കിടക്കാം. പിന്നെ ഞാൻ സെൻറ്റോസയിലെത്തി. M10ഉം A-സൈറ്റും ഒക്കെ ഗണ്ണൊക്കെ സെറ്റായി വന്നപ്പോൾ ആ സോണുണ്ട് വന്ന്. പിന്നെ നമ്മൾ എടുത്ത് തന്നെ നമ്മൾ ലംബോർഗിനി കൂട്ടുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഐലൻഡ് കയറിണ്ട് പോയി. പിന്നെ നമ്മുടെ വീഡിയോ ഇത്ര നേരം ലൈക്ക് ചെയ്യാത്തവർ മാക്സിമം ഒന്ന് ലൈക്ക് കണ്ട് ചെയ്യുക. ഈ കളി കഴിഞ്ഞിട്ട് ബുയൊക്കെ അടിച്ചിട്ട് പറയണോ. ചിലപ്പോൾ ബുയ അടിച്ചില്ലെങ്കിൽ വീഡിയോ അപ്പം തന്നെ നിർത്തും എന്നല്ലേ പറഞ്ഞ്. അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് പറഞ്ഞു വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി അമർത്തിയാൽ മാത്രം മതി. നമ്മൾ റോഡ് ടു സബ്സ്ക്രൈബേഴ്സ് നമ്മൾ 550ലേക്കാണ് നമ്മളെ റോഡ് ടു. അടുത്ത് 70, 80, 90, 100, 600 ആവും. പിന്നെ അങ്ങനെ ഗൈസ് നമ്മളെ റോഡ് ടു അത്രയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നിങ്ങളെ ഒന്നിനും നിർബന്ധിക്കുന്നില്ല. പിന്നെ പക്ഷെ നമ്മുടെ ലൈക്ക് മാക്സിമം മസ്റ്റായിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കണം. സബ്സ്ക്രൈബൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ലംബോർഗിനി എടുത്തിട്ട് പായാണ്. സോൺ ഇങ്ങനെ വരുന്നുണ്ട്. സോണിൻ്റെ കൂടെ അങ്ങനെ പോവാണ് ഞാൻ. സോണിൻ്റെ കൂടെ ഇങ്ങി വെറുതെ വേറെ ഇതിന് കൂടി ഇങ്ങി ചാവണ്ടെന്ന് വിചാരിച്ചിട്ട് സോണിൻ്റെ ഒപ്പം ഞാൻ നടക്കല്ല വണ്ടി കൊണ്ട് പോവാണ്. അപ്പം തന്നെ ഇവിടെ ഫുള്ളും ആകെ ഞാൻ എന്നിട്ട് എൻ്റെ ഒരു ഗ്ലൂ ആളും ഇല്ല. A-സൈറ്റ് M10 മാത്രമേ ഉള്ളൂ. അവസാനം ആകുമ്പോൾ ഫുള്ളും കവർ എടുത്തല്ലേ കളിക്കണ്ടേ. അപ്പം ഞാൻ എന്താ ചെയ്തേ, ഇവിടെ വെറുതെ നടക്കണ്ട വിചാരിച്ച് എയർ ഡ്രോപ്പല്ലേ താഴെ, എയർ ഡ്രോപ്പാണ്ട് എടുത്തിട്ട് വല്ല ഗ്ലൂ ആളോ അങ്ങനത്തെ വല്ല ബോംബ് വല്ല ഫ്രീസ് ബോംബ് അങ്ങനത്തെ വല്ലതും കിട്ടുകയാണെങ്കിൽ നന്നായെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ നമ്മുടെ എയർ ഡ്രോപ്പിലുണ്ട് കയറി ഒന്നണ്ട് എടുത്ത്. അപ്പോൾ ഒരു വണ്ടീൻ്റെ ശബ്ദം ഇങ്ങനെ വരണമൊക്കെ ഉണ്ട്. ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യില്ല. ഞാൻ പിന്നെ രണ്ടാക്കാൻ നിന്നപ്പോൾ അതാ ഒരു വണ്ടി ഉണ്ട് വന്നേ. ഞാൻ കാണിച്ചു ഗൈസ്, അതിന് മാസം എൻട്രിയാണ് വണ്ടീൻ്റെ. ആ മാപ്പിലൊക്കെ നോക്കിയപ്പോൾ ചെറുക്കൻ ഓടിപ്പിക്കുക തന്നെ അവിടുന്ന്. എന്നിട്ട് എന്താ കാട്ടണമെന്നറിയോ, ഞാൻ അവിടുന്ന് പോയപ്പോൾ നൈസായിട്ട് ഞാൻ പകുതി ആക്കി വെച്ച എയർ ഡ്രോപ്പ് ഇട്ട് എടുക്കുകയാണ്. ഞാൻ പിന്നെ ആ വഴിക്കൊന്നും തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ പിന്നെ ഇവിടുത്തെ ഫുള്ള് ലൂട്ട് ബോക്സ് തപ്പുകയായിരുന്നു. ആകെ 5 ഗ്ലൂ ആളായിപ്പോൾ പിന്നെ ഗ്ലൂ ആളൊന്നും എടുക്കാൻ പറ്റാതെ ആയിക്ക്.
പിന്നെ ഇവിടെ വലിയൊരു ലൂട്ടുണ്ട് കണ്ട് ഇപ്പം കില്ല് ചെയ്താന്ന് തോന്നി. ആ കൊന്നാള് ലൂട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പം ഞാൻ പെട്ടെന്ന് സോൺ വരുന്ന മുമ്പേ ആ ലൂട്ടൊക്കെ എടുത്ത് സെറ്റ് ആയിട്ട് വണ്ടിയിൽ പോയി. പക്ഷെ ഇതുവരെ 5 കണ്ട് നീങ്ങിയിട്ടില്ല കേട്ടോ. നമ്മുടെ ഗ്ലൂ വാളിൻ്റെ എന്തെങ്കിലും ലാസ്റ്റ് ആകുമ്പോൾ നല്ല ഗ്ലൂ വാളിട്ട് കളിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് ഗ്ലൂ വാൾ ഇല്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നം ആവണ്ടെന്ന് വെച്ചാൽ ഞാൻ ക്രോണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിമീസ് ക്രോണാൻ്റെ ഉള്ളിൽ കൂടെ വരുമല്ലോ. ഇക്കാണെങ്കിൽ ക്രോണാൻ്റെ ഉള്ളിൽ കൂടെ എനിമീസിനെ അടിച്ചിടാനും പറ്റൂല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എനിമീനെ കില്ല് ചെയ്യാനും പറ്റൂലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം തന്നെ 15 ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ ഇവിടെയൊക്കെ കയറി ലൂട്ടൊക്കെ എടുക്കുമ്പോഴേക്ക് സമയം നല്ല എടുക്കുന്നുണ്ടാവും. പിന്നെ ഞാനെന്താ ചെയ്തത്, ഞാൻ നേരെ വണ്ടി കയറിയിട്ട് സ്ഥലം വീടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ സൈഡിലൊക്കെ പാലം, അവിടെ സൈഡിൽ പാലം വരെ ഉണ്ട്. ഞാൻ എന്താ ചെയ്തത്, ഞാൻ റിവേഴ്സ് എടുത്ത് അതൊന്ന് കാണാൻ റിവേഴ്സ് എടുത്ത്. അപ്പോൾ അതവിടെ നിന്നപ്പോൾ ഞാൻ വെറുതെ രസത്തിന് അത് മെല്ലെ ബാക്കിലെടുത്ത് നടുവിൽ സോണ് അങ്ങനെ ഞാനാക്കി. അപ്പോഴേക്കും സോണ്ട് വന്ന് നടുവില പാലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നടുവില പാലുണ്ടായി സൈഡിലായിട്ട്. ആ പാലത്തിൽ കൂടെ പോവാതെ ഞാനെന്താ ചെയ്തത്, ഞാൻ പിന്നും മെല്ലെ ഈ ആക്സിലറേഷൻ നെക്കിയിട്ട് അവിടെ അങ്ങനെ കാത്തിക്കുക. ഞാൻ സോൺ വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിക്കുകയാണ്. ബാക്ക് എടുത്ത് അപ്പോഴേക്കും സോൺ വന്ന്. എനിക്ക് വേണമെങ്കിൽ പാലത്തിൽ കൂടെ പോവായിരുന്നു. പിന്നെ ഇവിടെ ഒരു പാലുണ്ട്, ആ പാലത്തിൽ കൂടെ ഞാൻ പോവാന്ന് വിചാരിച്ച്. എന്നിട്ട് ഞാൻ ആ പാലത്തിൽ കൂടെ പോവാൻ നിന്ന്. പക്ഷെ ഞാൻ പോയില്ല. അങ്ങനത്തെ ഒരു പൊട്ടത്തരം ഞാൻ കാണിച്ച്. എന്നിട്ട് ഞാൻ എന്താ ചെയ്തത്, നേരെ വിട്ട് ഇവിടെ സൈഡ് ഉണ്ടാവും വിചാരിച്ചിട്ട് ഞാൻ നേരെ ആ സൈഡിൽ കൂടെ കയറ്റിയില്ല. ഞാൻ വട്ടം വളയാൻ വിചാരിച്ച്. അപ്പോഴേക്കും സോണും വന്നിക്കണേ. 12 മെഡുള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ തീരേണ്ടതാണ് ശരിക്കും ഗൈസ്. ഞാൻ എന്നിട്ട് എന്താ ചെയ്ത്, ആ കുളം വട്ടത്തിലുണ്ട്, ഞാൻ വളങ്ങിയിട്ട് അവസാനം സോൺ നോക്കിയപ്പോൾ അപ്പുറത്ത് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു എനിമി ഓൻ്റെ ഒരു ഒട്രോശയും കൊണ്ടുണ്ട് വന്ന്. പിന്നെ അടുത്ത പണിയായി ഓട്രോശ കൊണ്ട് വന്നപ്പോൾ. ഓനെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുവേ, ഓനെ കണ്ടെങ്കിൽ ഒട്രോശൻ്റെ ഓൻ നേരത്തെ വന്നിരുന്നു ഒട്രോശ കൊണ്ട്. എന്നിട്ട് ഓൻ വണ്ടിയോ ചുറ്റും എനിമീസൊക്കെ. അപ്പം ഷിപ്പ് യാർഡിലാണ് ലാസ്റ്റ് സോണൊക്കെ ഉള്ളത്. അപ്പം ഞാൻ എന്താ ചെയ്ത്, വണ്ടി ഷിപ്പ് യാർഡിക്കാണ് കയറ്റാൻ വിചാരിച്ച്. അപ്പോഴേക്കും ഇവിടെ കുറേ എനിമീസിൽ നിന്ന് ഷിപ്പ് യാർഡിന് ഒന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ എന്താ ചെയ്ത്, ഞാൻ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ വളച്ച് കൊണ്ടുപോയി. ആ പാലത്തിൽ കൂടെ വരുന്നതാണ് നല്ലത്. അതാ നേരെ കണ്ടില്ല, ഞാൻ വളങ്ങിയ സ്ഥലം ഷിപ്പ് യാർഡിക്ക് ഡയറക്റ്റ് വരാം. ഞാൻ വട്ടം വളങ്ങി ഷിപ്പ് യാർഡിക്കാണ് വന്നത്. ആ 12 മെഡിന്ന് 2 മെഡ് വെറുതെ വേസ്റ്റായി. അപ്പോഴേക്കും ഇവിടെ ജീപ്പ് ഉണ്ട്. ആ ജീപ്പിനെ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് സ്പീഡിൽ പറപ്പിച്ച്. അപ്പോഴേക്കും ഒരു എനിമിക്ക് അടിച്ച്. ഞാൻ വണ്ടി സ്പീഡിലായിട്ട് പറപ്പിച്ച്. ആ എനിമീനെ കാണാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത്യാവശ്യം മെല്ലൊക്കെ പോയി. പിന്നെ സ്പീഡ് കൂട്ടി പോയിട്ട് നോക്കിയപ്പോൾ അവിടെ സോൺ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരു എനിമി വന്നിട്ട് നല്ലൊരു മുട്ടൻ പണിക്ക് തന്ന്. ഞാൻ എന്നിട്ട് അവിടെ കൂടെ ഓടാൻ നോക്കിയിട്ട് ഞാൻ എന്താ ചെയ്ത്, ആ എനിമീനെ കൊല്ലാൻ വേണ്ടി പലതും ചെയ്ത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാവും. ഞാൻ എന്നിട്ട് ആ എനിമീനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോയിട്ട് ഒളിച്ചു നിന്ന്. അപ്പോൾ അതാ മുമ്പിൽ വേറൊരു എനിമി, എവിടെ നിന്നൊക്കെ എനിമി ഇങ്ങനെ എടുക്കുകയാണ്. ഞാൻ എന്നിട്ട് വട്ടം വളങ്ങി ആ എനിമീൻ്റെ നിന്ന് രക്ഷപ്പെടാൻ. എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അവസാനം ക്രോണിട്ട് ഫ്രണ്ടാക്കുന്നു. പക്ഷേ ഓനപ്പോഴേക്കും സോണി ആക്ടിവേറ്റ് ആയി.